വിശുദ്ധ ഖുർആനിലെ ദുആകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും അഫ്ദലായ ദുആ പ്രാർത്ഥന അൽഹംദുലില്ലയാണ് എന്നും അൽഹംദുലില്ലയുടെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ പ്രത്യേകമായി അൽഹംദുലില്ല പറയേണ്ട സന്ദർഭങ്ങൾ നിങ്ങളെ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊരവസ്ഥയിലും അള്ളാഹുവെ സ്തുതിക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയാൻ നിർദ്ദേശിക്കപ്പെട്ട സന്ദർഭങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനമായത് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. ഒരു പരീക്ഷയിൽ ഒരു വിജയം ലഭിച്ചാൽ, ഒരു ജോലി കിട്ടിയാൽ, വിവാഹം ശരിയായാൽ, മക്കളുണ്ടായാൽ, ഒരു പ്രയാസം നീങ്ങിയാൽ തുടങ്ങി ഏത് അനുഗ്രഹം നമുക്ക് ലഭിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സ്തുതിക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ ആയിഷത ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ റആ മാ യുഹിബ്ബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ഇഷ്ടപ്പെടുന്നത് കണ്ടാൽ, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ എന്നൊക്കെയാണ് അതിൻ്റെ ആശയം. ഖാല, അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിനാകുന്നു സകല സ്തുതിയും, അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ സമ്പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന ആശയമാണുള്ളത്. ഇബ്നു മാജയിലെ 3803 ഹദീസാണ്. ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. അൽഹംദുലില്ലാ എന്നുള്ളത് അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം മാത്രമാണ്. നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് എന്നാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് സന്താനങ്ങളെന്ന അനുഗ്രഹം ലഭിച്ചപ്പോൾ അതിന് നന്ദിയായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. സൂറത്തു ഇബ്രാഹിമിൻ്റെ 39-ാമത്തെ ആയത്തിൽ കാണാം, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്, ഈ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലും എനിക്ക് സന്താനങ്ങളെ നൽകിയ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്ന സന്താനങ്ങളെ ഈ വാർദ്ധക്യത്തിൻ്റെ സന്ദർഭത്തിൽ എനിക്ക് നൽകിയ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, തീർച്ചയായും എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അനുഗ്രഹം ലഭിച്ചപ്പോൾ അദ്ദേഹം അല്ലാഹു തആലയെ സ്തുതിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ മഹാനായ ദാവൂദ്, സുലൈമാൻ അലൈഹിമസ്സലാം പിതാവും പുത്രനുമാണ്. അവർക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. നുബൂവത്ത് എന്നതിലപ്പുറം മറ്റു പല അനുഗ്രഹങ്ങളും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഏറ്റവും വലിയ അനുഗ്രഹം നുബൂവത്താണ്. അതിലുപരിയായി മറ്റു പല അനുഗ്രഹങ്ങളും അവർക്ക് അധികാരം നൽകി. അതുപോലെ തന്നെ പക്ഷികളും മൃഗങ്ങളും
അതുപോലെ തന്നെ ജിന്നുകൾ വരെ അവരുടെ സൈന്യത്തിലുണ്ടായിരുന്നു ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ അവർ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. വഖാല, അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അധിക മുഅ്മിനീങ്ങളെക്കാളും, മുഅ്മിനീങ്ങളായ ദാസന്മാരെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും. അപ്പോൾ ഭൗതികമായി നമുക്കൊരനുഗ്രഹം ലഭിക്കുമ്പോൾ മാത്രമല്ല, മതപരമായി ദീൻ പഠിക്കാനുള്ള സാഹചര്യം ലഭിക്കുമ്പോൾ, അതുപോലെ തന്നെ അമല് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുമ്പോൾ, അങ്ങനെ എല്ലാ സന്ദർഭത്തിലും നമ്മൾ അല്ലാഹു തആലയെ സ്തുതിക്കണമെന്നുള്ളതാണ്. സൂറത്തുൻ നംലിൻ്റെ 59-ാമത്തെ ആയത്താണിത്. നമുക്കല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഹിദായത്താണ്, ഇസ്ലാമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പ്രിയമുള്ളവരെ, ഇസ്ലാം നമുക്ക് നൽകിയതിന് നന്ദിയായി അള്ളാഹുവിനെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഏതൊരു നന്മ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുമ്പോഴും അല്ലാഹു തആലയെ നമ്മൾ സ്തുതിക്കണം. പ്രസിദ്ധനായ കവിയായിരുന്നു ലബീദ് ഇബ്നു റബീഅ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരൊറ്റ കവിത മാത്രമേ പാടിയിട്ടുള്ളൂ എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ആ കവിത എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ ഇല്ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു ഫിൽ ഇസ്ലാമി സിർബാല. ഇസ്ലാമാകുന്ന ഈ ഒരു വസ്ത്രം ധരിക്കുന്നത് വരെ എൻ്റെ മരണത്തിൻ്റെ അവധി കൊണ്ടുവരാതിരുന്ന അള്ളാഹുവിനാണ് സകല സ്തുതിയുമെന്നാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അങ്ങാനും ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ള ഒരു ധ്വനി ആ കവിതയിൽ കാണാൻ കഴിയും. മരണം ഇസ്ലാമിന് മുമ്പ് വിധിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പ്രിയമുള്ളവരെ, ലബീദ് പാടിയ കവിത ഏറെ ശ്രദ്ധേയമാണ്. അൽഹംദുലില്ലാഹില്ലദീ ഇല്ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു ഫിൽ ഇസ്ലാമി സിർബാല. പലപ്പോഴും നമ്മളിൽ പലർക്കും അനുഭവമുണ്ടാകും, ജാഹിലിയത്തിന് സമാനമായ രൂപത്തിലുള്ള വ്യത്യസ്ത തിന്മകൾ, ശിർക്കും ഖുറാഫാത്തുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടന്നിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിയതിന് പ്രിയമുള്ളവരെ നമ്മൾ നന്ദിയുള്ളവരാകണം. അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. ഒരിക്കൽ ഒരു ജൂതബാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്ന, സെർവൻ്റായിരുന്ന ഒരു യഹൂദ പയ്യൻ, കാന ഗുലാമുൻ യഹൂദിയുൻ യഖ്ദുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫമരിള. അങ്ങനെ ആ ഒരു യഹൂദ ബാലൻ അവൻ രോഗിയായി. ഫഅതാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഊദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ സന്ദർശിക്കുവാൻ വേണ്ടി കടന്നു ചെന്നു. ഫഖഅദ ഇൻദ റഅസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ തലക്കരികിലിരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അസ്ലിം. ഫഖാല ലഹു അസ്ലിം, നീ ഇസ്ലാം സ്വീകരിക്കുക. ഫനളറ ഇലാ അബീഹി. അപ്പോൾ ആ കുട്ടി തൻ്റെ ഉപ്പയിലേക്ക് നോക്കി. വഹുവ ഇൻദഹു, ഉപ്പ അവിടെ ഉണ്ട്. ഫഖാല ലഹു, അപ്പോൾ ആ ഉപ്പ കുട്ടിയോട് പറഞ്ഞു, അതി അബുൽ ഖാസിം, മോൻ നീ അബുൽ ഖാസിമിനെ അനുസരിക്കുക. അബുൽ ഖാസിം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്താണ്. ഖാസിമിൻ്റെ പിതാവ് എന്നാണ് അർത്ഥം. അതി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. യഹൂദികൾ അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്. ഫഅസ്ലമ, അപ്പോൾ ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. ഫഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്ത് പറഞ്ഞുകൊണ്ട്? അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നവരായി മാറണം. ഏതനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും നമ്മെക്കൊണ്ടൊരാൾ നന്നായാൽ, നമ്മുടെ സംസാരം കേട്ടൊരാൾക്ക് മാറ്റമുണ്ടായാൽ, നമ്മുടെ ഉപദേശം ഒരാൾ സ്വീകരിച്ചാൽ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോഴൊക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കണം. സ്വഹീഹുൽ ബുഖാരിയിൽ 1356 ഹദീസ്. ഇനിയോ, ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിൽ വെച്ച്
അവിടെ വെച്ച് ആ ഒരു അനുഗ്രഹം ലഭിച്ചതിൻ്റെ നന്ദി എന്നോണം അവർ അൽഹംദുലില്ല പറയുമെന്ന് അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. സൂറത്തു സുമറിൻ്റെ 74-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖ്നാ വഅദാ, ഞങ്ങളോടുള്ള വാഗ്ദാനം, ഞങ്ങളോടുള്ള അവൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ച അല്ലാഹുവിനാകുന്നു സകല സ്തുതിയും. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, സ്വർഗഭൂമി ഞങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് അനന്തരപ്പെടുത്തി തന്ന റബ്ബേ, നിനക്കാകുന്നു സ്തുതി എന്നാണ് അതിൻ്റെ ആശയം. ഫനിഅമ അജ്റുൽ ആമിലീൻ, അപ്പോൾ സുഹൃതം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം, നന്മ ചെയ്തിട്ടുള്ള സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം എത്ര നല്ലതാകുന്നു എന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു തആല സ്വർഗാവകാശികളായ വിശ്വാസികളുടെ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നതായി കാണാൻ കഴിയും. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹുവേ ഈ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയ നിനക്കാകുന്നു സകല സ്തുതിയും. നീ ഞങ്ങൾക്ക് ഇതിലേക്ക് മാർഗദർശനം നൽകിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ അറാഫിൻ്റെ 43-ാമത്തെ ആയത്തായിക്കൊണ്ട്. അപ്പോൾ ഏത് അനുഗ്രഹം ലഭിച്ചാലും നമ്മൾ അൽഹംദുലില്ല എന്ന് പറയുക. ഇനി പ്രത്യേകമായി നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ല എന്ന് നമ്മൾ പറയണം. മിനിമം അൽഹംദുലില്ല എന്നെങ്കിലും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിലൊരു പ്രാർത്ഥന പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഭക്ഷണം കഴിച്ചാൽ നല്ല ഉഷാറാണ് എന്ന് പറയാറുള്ളത്, അല്ലെങ്കിൽ ഏമ്പക്കം വിട്ട് എണീക്കുക ചെയ്യാറുള്ളത്. അതിനുശേഷമുള്ള പ്രാർത്ഥന അള്ളാഹു നൽകിയ ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കാറില്ല പലപ്പോഴും. അള്ളാഹു തആല നമുക്കിവിടെ ഭൂമിയിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് നൽകിയത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. പണമുള്ളത് കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഭക്ഷണം ലഭ്യമാകണം. അതുപോലെ തന്നെ ഭക്ഷണം നമുക്ക് അല്ലാഹു തആല അനുവദിച്ചത് കൊണ്ടാണ് നമുക്കത് കഴിക്കാൻ കഴിയുന്നത്. അനുവദിക്കാത്ത ഭക്ഷണമായിരുന്നെങ്കിലോ, തൊയ്യിബല്ലാത്ത കേടുള്ള അല്ലെങ്കിൽ വിഷമുള്ള ഭക്ഷണമായിരുന്നെങ്കിലോ നമുക്ക് കഴിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ആരോഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കഴിയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം പോലും മര്യാദക്ക് കുടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അമിതമായി വെള്ളം വയറ്റിലേക്ക് എത്തിയാൽ അതിൻ്റെ പ്രയാസമുണ്ടാകുന്ന ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു തആലയുടെ അനുഗ്രഹമാണത്. അപ്പോൾ നമ്മൾ റബ്ബിനെ സ്തുതിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ അക്കല ത്വആമൻ ഫഖാല അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ അല്ലദീ അത്അമനി ഹാദാ, ഈ ഒരു ഭക്ഷണം എനിക്ക് നൽകിയ അല്ലാഹുവിനാകുന്നു സകല സ്തുതിയും, വറസഖനീഹി, എനിക്ക് റിസ്ക് നൽകിയ, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എൻ്റെ ശക്തിയോ കഴിവോ ഒന്നുമില്ലാതെ എനിക്ക് ഈ ഭക്ഷണം അനുഗ്രഹമായി നൽകിയ അല്ലാഹ്ക്കാകുന്നു സകല സ്തുതിയും എന്നാരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. സുനൻ ഇബ്നു മാജയിലെ 3285-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് തുമ്മിയാൽ, തുമ്മുമ്പോൾ ഒരുപാട് മര്യാദയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം കൊണ്ടോ കൈ കൊണ്ടോ പൊത്തിപ്പിടിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള ഒരു മര്യാദയാണ് നമുക്കെല്ലാം അറിയാം. തുമ്മുന്ന ആൾ ഇദാ അതസ അഹദുകും ഫൽയഖുൽ അൽഹംദുലില്ലാ, നിങ്ങൾ ആരെങ്കിലും തുമ്മുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം, അല്ലാഹു തആലയെ സ്തുതിക്കണം. ഫൽയഖുൽ ലഹു അഖൂഹു ഔ സ്വാഹിബുഹു, അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവൻ്റെ സഹോദരൻ പറയണം, യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ഫൈദാ ഖാല ലഹു യർഹമുക്കല്ലാഹ്, അപ്പോൾ കൂട്ടുകാരൻ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫൽയഖുൽ, അപ്പോൾ തുമ്മിയാൾ വീണ്ടും പറയണം, യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹ് ബാലക്കും, അല്ലാഹു തആല നിനക്ക് ഹിദായത്ത് നൽകുകയും നിന്നെ ഹിദായത്തിലാക്കുകയും നിന്റെ ഭാവി നന്നാക്കി തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി സ്വഹീഹുൽ ബുഖാരിയിലെ 6224-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ, ഒരുപാട് പ്രാർത്ഥനയിൽ ഉറക്കത്തിന് ശേഷം ഉണർന്നാൽ ഒരുപാട് പ്രാർത്ഥനയിൽ അൽഹംദുലില്ലാ എന്ന പ്രയോഗം കാണാൻ കഴിയും. അതിൽപ്പെട്ടൊരു പ്രാർത്ഥന നമുക്കറിയാം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരണത്തിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അല്ലാഹുവേ, നിനക്കാകുന്നു സകല സ്തുതിയും എന്നുള്ള പ്രാർത്ഥന. വഇലൈഹിൻ നുശൂർ, ആ അല്ലാഹുവിങ്കലേക്കാകുന്നു, അവങ്കലേക്കാകുന്നു ഉയർത്തെഴുന്നേൽപ്പും എന്ന് നമ്മൾ പറയുകയാണ്. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണത്. സത്യത്തിൽ ഓരോ തവണ ഉണരുമ്പോഴും നമുക്കൊരു അവസരമാണത്. തൗബ ചെയ്യാനുള്ള അവസരം, കടം കൊടുത്തു വീട്ടാനുള്ള അവസരം, അതുപോലെ തന്നെ പോരായ്മകൾ പരിഹരിക്കുവാനുള്ള അവസരം, വീണ്ടും ഒരുപാട് നന്മകൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഉണരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. സ്വഹീഹുൽ ബുഖാരിയിലെ 6324 ഹദീസാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ ആരംഭിക്കുമ്പോൾ, അത് ജുമുഅ ഖുതുബ, വെള്ളിയാഴ്ചയിലെ ഖുതുബ മാത്രമല്ല, പ്രഭാഷണങ്ങൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒരു മര്യാദയാണ് അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക എന്ന് സുനൻ അബീ ദാവൂദിലെ 2118 ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ സന്ദർഭത്തിലും റബ്ബിനെ സ്തുതിക്കുന്ന, അവന് നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഗ്രഹങ്ങളുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അനുഗ്രഹങ്ങളുള്ള സന്ദർഭത്തിൽ മാത്രമല്ല, അനിഷ്ടകരമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദുഃഖമോ വേദനയോ പ്രയാസമോ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടായാൽ പോലും ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. നമ്മൾ ആദ്യം ഉദ്ധരിച്ച ഹദീസ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള വല്ലതും കണ്ടാൽ അവിടുന്ന് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് എന്ന് പറയാറുണ്ടായിരുന്നു എന്ന ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാം. വഇദാ റആ മാ യക്റഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുക്കുന്ന വല്ല കാര്യവും കണ്ടാൽ അവിടുന്ന് പറയും അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും, എല്ലാ അവസരത്തിലും, എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനാകുന്നു സകല സ്തുതിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്ന് ഇബ്നു മാജയിലെ 3803 ഹദീസിൽ കാണാൻ കഴിയും. ഇനി നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട്. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സ്തുതിച്ചവൻ്റെ ആ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ പറയുന്നത് എന്താ? റബ്ബനാ വലക്കൽ ഹംദ്, ഞങ്ങളുടെ റബ്ബേ നിനക്കാകുന്നു സ്തുതി. എത്ര തവണയാണ് നമ്മളിത് ആവർത്തിക്കുന്നത്? ഈ ഹംദ് എത്രയോ പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ നമ്മൾ ആവർത്തിക്കണേ. റബ്ബനാ വലക്കൽ ഹംദ്. സ്വഹീഹുൽ ബുഖാരിയിലെ 689 ഹദീസാണ്. നമസ്കാരത്തിൽ മാത്രമല്ല, നമസ്കാരത്തിന് ശേഷം പഠിപ്പിക്കപ്പെട്ട പല പ്രാർത്ഥനകളിൽ ഹംദുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അവനാകുന്നു ആധിപത്യം, അവനാകുന്നു സകല സ്തുതിയുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലെ 844 ഹദീസാണ്. വേറൊരു ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സബ്ബഹല്ലാഹ ഫീ ദുബിരി കുല്ലി സ്വലാത്തിൻ 33, ആരെങ്കിലും നമസ്കാരത്തിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം പറഞ്ഞാൽ, വഹമിദല്ലാഹ 33, അള്ളാഹുവിനെ സ്തുതിക്കുക അഥവാ അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യം പറഞ്ഞാൽ, വകബ്ബറല്ലാഹ 33, അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം പറഞ്ഞാൽ, ഫതിൽക 99, അപ്പോൾ 99 ആകും. 33 + 33 + 33 99. പിന്നെയോ
وقال تمام المئة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. നൂറാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവന് പങ്കാളിയില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാകുന്നു ആധിപത്യം, അവനാകുന്നു സകലസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നിങ്ങനെ പറഞ്ഞാൽ അപ്പം 100ആയി. 99 ശേഷം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാൽ ഗുഫിറത് ഖതായാഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൊറുക്കപ്പെടും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരയോളം, സമുദ്രത്തിലെ നുര നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും പാപങ്ങളുണ്ടെങ്കിലും അത്രയും ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇത് കാരണമായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വഹീഹ് മുസ്ലിമിലെ 597 ഹദീസാണ്. ഇനിയോ തൽബിയത്തിൻ്റെ സന്ദർഭത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്, അവിടെ ഇന്നൽ ഹംദ, തീർച്ചയായും സ്തുതിയും അതുപോലെ തന്നെ ആധിപത്യവും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്. അവിടെയും അല്ലാഹു തആലയെ സ്തുതിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എല്ലാ നമസ്കാരത്തിലും നമസ്കാരത്തിൻ്റെ ശേഷവും ഹജ്ജിൻ്റെ വേളയിലും എല്ലാം ഹംദ് നമുക്ക് കാണാം. അവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയോ ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹക്കും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനും പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. ഒരു ഖാദിമ് വേണം, വീട്ടിലൊരു ജോലിക്കാരനെ വേണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടക്കി അയക്കുന്നുണ്ട്. എന്നിട്ട് അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫകബ്ബിറല്ലാഹ 34, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് 34 പ്രാവശ്യം പറയുക ഉറങ്ങുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ വഹ്മദ, നിങ്ങൾ രണ്ടുപേരും പറയുക 33 അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യം പറയുക. വസബ്ബിഹ, നിങ്ങൾ രണ്ടുപേരും തസ്ബീഹ് നടത്തുക 33 പ്രാവശ്യം. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 34. എന്താ അങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു. അപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയും നമ്മൾ മനസ്സിലാക്കി, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഉറങ്ങി എണീറ്റാലുമൊക്കെ അല്ലാഹു തആലയെ സ്തുതിക്കുന്ന ആ സ്തുതിവാചകമായ അൽഹംദുലില്ലാ നമുക്ക് കാണാൻ കഴിയും. സ്വഹീഹുൽ ബുഖാരിയിലെ 3113 ഹദീസ്. ഇനിയോ വസ്ത്രം ധരിച്ചാൽ ഇതെങ്ങനെയുണ്ട്, ഉഷാറാണെന്നല്ല ചോദിക്കേണ്ടത്. അതിലുപരി നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം റബ്ബിനെ നമ്മൾ സ്തുതിക്കണം. അല്ലേ? കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ ഇന്നുമുണ്ട്. അല്ലേ? ഒരുപാട് ഡ്രസ്സ് വാങ്ങുന്നവരാണ് നമ്മൾ. നമുക്ക് എത്ര വസ്ത്രം എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അതിൻ്റെ ഉത്തരം കിട്ടൂല. അല്ലേ? പഴയതേതാ പുതിയതേതാന്ന് നമുക്ക് മനസ്സിലാവില്ല, അത്രയുണ്ട്. എന്നിട്ട് ആളുകൾക്ക് കൊടുത്ത് ഒഴിവാക്കുക ചെയ്യാറുള്ളത്. അത്രയും വസ്ത്രം നമുക്കുണ്ട്. പക്ഷേ വസ്ത്രം ധരിക്കുന്ന സുന്നത്ത്, അപ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. പഠിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലേ? ഭക്ഷണം കഴിച്ചാൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ പ്രാർത്ഥനയുമായി സാമ്യമുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ എന്നാണെങ്കിൽ ഇവിടെ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എൻ്റെ കഴിവോ ശക്തിയോ ഇല്ലാതെ ഈ ഒരു വസ്ത്രം എനിക്ക് നൽകിയിട്ടുള്ള ആ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയുമെന്നതാണ് അതിൻ്റെ ആശയം. സുനൻ അബീ ദാവൂദിലെ 4023 ഹദീസാണ്. എല്ലാ സന്ദർഭത്തിലും, എത്രത്തോളം എന്ന് വെച്ചാൽ മക്കൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. അല്ലേ? വളരെ വലിയ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് സ്വന്തം മക്കൾ മരണപ്പെടുക എന്നുള്ളത്. ആ ഒരു പ്രയാസകരമായ അവസ്ഥയിലും അള്ളാഹുവിനെ പറ്റി മോശമായത് ചിന്തിക്കാതെ അവിടെയും നമ്മൾ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കപ്പെടും. അതിൻ്റെ പേരാണ് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്നാണ്. ഒരു ഹദീസിൽ കാണാം, ഇദാ മാത വലദുൽ അബ്ദി, ഒരു ദാസന്റെ സന്താനം മരണപ്പെട്ടാൽ
ഖാലല്ലാഹു ലിമലായികതിഹി, അല്ലാഹു തആല തന്റെ മലക്കുകളോട് ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എൻ്റെ ദാസന്റെ സന്താനത്തെ നിങ്ങൾ പിടിച്ചുവല്ലേ? ഫയഖൂലൂന, അവർ പറയും, നഅം, അതേ റബ്ബേ. ഖബൽതും സമറത ഫുആദി, ആ പ്രയോഗത്തിന്റെ അർത്ഥം അവൻ്റെ കരളിൻ്റെ കഷ്ണത്തെ പിടിച്ചുവല്ലേ എന്ന രൂപത്തിലുള്ള പ്രയോഗമാണ്. സമറത ഫുആദി, അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തെ നിങ്ങൾ പിടിച്ചുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ നഅം എന്നവർ പറയും. ഫയഖൂലു, അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി, എൻ്റെ അടിമ അപ്പോൾ എന്താണ് പറഞ്ഞത്? ഫയഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅക, റബ്ബേ അവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നിന്നെ സ്തുതിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാ പറഞ്ഞു. അപ്പോൾ ഫയഖൂലുല്ലാഹു, അല്ലാഹു പറയും, ബനു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന, എൻ്റെ ദാസന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിങ്ങൾ പണിയുക. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, അതിനെ നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് വിളിക്കുക. സുനൻ തിർമിദിയിലെ 1021 ഹദീസ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ റബ്ബിനെ സ്തുതിക്കുക. പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ആ രൂപത്തിൽ തന്നെ പതിവായി ചൊല്ലാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്ദി ചെയ്യുന്ന ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.